ആറാമത്തെ ഭാര്യ ഭർത്താവ് ശാരീരിക ബന്ധത്തിന് വേണ്ടി വിളിച്ച അവള് പറയും, ഞാൻ കുടിച്ചിട്ടില്ല, എനിക്ക് രോഗവാ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് മാറിപ്പോകുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അഭിനയം നിർത്തുക, എന്നിട്ട് സ്നേഹിക്കാൻ പഠിക്കുക. അഭിനയം നിർത്തണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിട്ട് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. പടച്ചവനെ, ഒന്നാമത് നമ്മുടെ കുടുംബം, നമ്മുടെ വീട് നന്മയുള്ള വീടാകണോ, സ്വർഗം പറഞ്ഞ വീടാകണോ. എൻ്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബമാവണോ. രണ്ട്, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാ, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫികീൻ. പടച്ചവരെ, ഖുർആൻ പറഞ്ഞ വീടാകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? പടച്ച റബ്ബിനെ പേടിയുള്ള ആണും പെണ്ണും വീട്ടിലുണ്ടാകണം. അല്ലാഹുവിനെ പേടിയാണ് ഭർത്താവിനും, അല്ലാഹുവിനെ പേടിയാ ഭാര്യയ്ക്കും, അല്ലാഹുവിനെ പേടിയാ. എന്റെ പ്രിയമുള്ളവരെ, പടച്ച റബ്ബിനെ പേടിയുള്ള ഏത് ഭർത്താവായി സദസ്സിലുള്ളത്? ഏത് പെണ്ണിനാണ് അല്ലാഹുവിനെ പേടിയുള്ളത്? പടച്ചവനെ, പടച്ച റബ്ബിനെ കുറിച്ച് നമുക്കും ഓർമ്മയില്ലല്ലോ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ലല്ലോ. പടച്ച റബ്ബ് കാണുന്നു എന്നുള്ള ഓർമ്മ എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോയല്ലോ. എത്ര വഅദ് കേട്ടാൽ അല്ലാഹുവേ, നരകമല്ല, ഖബറല്ല, പരലോകമല്ല, മഹ്ശറയല്ല, സിറാത്തല്ല, മീസാനല്ല, പടച്ചവനെ എന്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ലാതെ മാറിപ്പോകുമ്പോ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, പടച്ചവരെ, നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് അഭിനയമാണല്ലോ. പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചിന്ത ഇന്ന് എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോയല്ലോ. പടച്ച റബ്ബേ, ഇന്ന് തലമറയ്ക്കുന്ന എത്ര പെണ്ണുങ്ങളാ ഉള്ളത്. ഈ വഅലിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് പോലും തലമറയ്ക്കാത്ത പെണ്ണുങ്ങളുണ്ടല്ലോ. രക്ഷപ്പെടുമോ മോളെ, രക്ഷപ്പെടുമോ മോളെ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹ്ദി ഫാത്തിമ. ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ വിവാഹം കഴിഞ്ഞ് മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുകയാ. അലിയാർ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് മണിയറക്കകത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോ, അതാ ഫാത്തിമ ബീവി മണിയറക്കകത്തേക്ക് കടന്നു. വീടിനകത്ത് വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, അലിയാർ തങ്ങൾ പെട്ടെന്ന് അണച്ചു കളയുകയാ. വീടിനകത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കങ്ങ് അണച്ചു കളഞ്ഞപ്പോ വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. മണിയറക്കകത്ത് വല്ലാത്ത ഇരുളാ. അന്ന് ഫാത്തിമയുടെ ആദിരാത്രിയാ. കുറെ സമയം കഴിയുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ, ഒരു തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാ, ഒരു തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാ. അലിയാർ തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ പുതുമണവാട്ടി മണിയറക്കകത്തിരുന്ന് കരയുകയാണ്. അലിയാർ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടെന്ന് പറയുന്നു, അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ അലിയേ? നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമോ, നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമോ? പിന്നെ എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിക്കുമ്പോ
പിന്നെ എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, അലിയേ, ഇന്ന് ജീവിതത്തിന്റെ ഒന്നാമത്തെ രാത്രിയാണല്ലോ, ഇന്ന് ജീവിതം തുടങ്ങുകയാണല്ലോ. ഇന്ന് മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്നപ്പോ നിങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് പെട്ടെന്ന് അങ്ങണച്ചപ്പോ ഈ റൂമിനകത്ത് വല്ലാത്ത ഇരുള് വന്നലിയേ. എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഒരാള് ഭൂമിയുടെ മുകളിലും ഒരാള് 6 അടി മണ്ണിനടിയില്. നമ്മൾ രണ്ടുപേരും പിരിയുന്ന ദിവസമുണ്ടല്ലോ അലിയേ. എന്നെ 6 അടി മണ്ണിനകത്ത് കൊണ്ടുവെക്കുന്ന ദിവസമുണ്ടല്ലോ. അന്ന് അതിനകത്ത് വല്ലാത്ത ഇരുളാടല്ലോ, അതിനകത്ത് വെളിച്ചമില്ലല്ലോ. അലിയാര് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. മണിയറക്കകത്തേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് പടച്ചുറപ്പേ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, അലിയേ, മണിയറയാക്കണ്ടതിതല്ല, മണിയറയാക്കണ്ടതിതല്ല അലിയേ, മണിയറയാക്കണ്ടത് മണ്ണറയാ. അതിനകത്താണ് രക്ഷപ്പെടേണ്ടത്. എന്റെ വാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അവിടെയാ രക്ഷപ്പെടേണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നമുക്ക് നിസ്കരിക്കാ, ഖുർആൻ ഓതാ. നമ്മുടെ ഖബറിന്റെ രാത്രി നമുക്ക് മണിയറയാക്കാൻ ഇന്ന് പടച്ചുറപ്പിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയാമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പുതുമണവാട്ടിയായ ഫാത്തിമ ബീവി പറയുകയോ, അലിയേ, 6 അടി മണ്ണിനകത്ത് സ്വർഗത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്നുറങ്ങാൻ ആഗ്രഹമുണ്ടോ? കാലിന്റെ ഭാഗത്ത് പടച്ചറപ്പ് സ്വർഗം കാണിച്ചു തരണ്ട്. സുഗന്ധമടിച്ച് വീശുന്ന കബറാക്കുണ്ട്. കണ്ണെത്താ ദൂരത്തിലേക്ക് കബറ് വിശാലമാകുണ്ട്. ഉമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെ സ്നേഹത്തോടെ കബറ് കെട്ടിപ്പിടിക്കണ്ട അലിയേ. അതുകൊണ്ട് ഇന്ന് നിസ്കരിക്കാമെന്ന് പറഞ്ഞു തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച ഭാര്യ, തലമറയ്ക്കാ മടിക്കുന്ന പെണ്ണ്, പ്രായമായിട്ട് പോലും തലമറയ്ക്കാ മടിക്കുന്ന ഉമ്മ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ. അവിടെന്ന് പറയുന്നു, അലിയേ, ഞാൻ മരിച്ചാ എന്നെ പകല് കൊണ്ടുപോയി കബറടക്കല്ല അലിയേ, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ. അവിടെന്ന് ചോദിച്ചു, കാരണമെന്തേ ഫാത്തിമ? അവിടെന്ന് പറയുന്നു, അലിയാര് തങ്ങളെ, എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനെയും ഞാൻ കാണിച്ചിട്ടില്ല. എന്റെ പകലാട് കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാകുമല്ലോ അലിയേ. അവരെന്റെ ശരീരത്തിന്റെ വടിവകാടുമല്ലോ. വെള്ളത്തുടിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന സമയത്ത് പോലും അവരെന്റെ ശരീരത്തിന്റെ വടിവ കാണരുതെന്ന് ആഗ്രഹിച്ച ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, എന്തു പറ്റി പൊന്നുമോള്, നിനക്കെന്തേ പറ്റിപ്പോയത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആരുടെ മൊബൈൽ എടുത്ത് നോക്കിയാലും ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ വഅദുണ്ടല്ലോ. അല്ലാഹുവേ, വഅദില്ലാത്ത മൊബൈലില്ലല്ലോ. 1 മിനിറ്റെങ്കിലുമുള്ള ഒരു വഅദ് ഏത് മൊബൈലിലും കാണുമല്ലോ. എന്തേ വഅദ് മാത്രം കേട്ടാ മതിയോ? കേൾക്കുന്നത് ജീവിതത്തിൽ എന്തേ മാറ്റം വരാത്തത്? ഖുർആൻ ഓതുന്നവരല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നിവിടെ നിന്ന് പിരിയുമ്പോ ഈ മുഹറമിന്റെ 1-ാമത്തെ രാത്രിയില് പുതുവർഷ പുലരിയില് കാലെടുത്ത് വെക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരാൻ എന്റെ കയ്യിലുള്ളത് എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുമ്പോ കരയാതെ ഓതല്ലേ സഹാബാ.
അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു ചെറിയ സൂറത്ത് 6 വരിയേ ഉള്ളൂ, 6 വരിയേ ഉള്ളൂ. ഈ സൂറത്ത് ഓതുമ്പോ കരയാതെ ഓതല്ലേ. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയട്. കരച്ചല് വരുന്നില്ലെങ്കിൽ ഫൈലം തബുഖു ഫതബാഖു, ഒന്ന് അഭിനയിക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരധ്യായം ഓതുമ്പോ കരയാതെ ഓതല്ലേ, കണ്ണ് നിറയാതെ ഓതല്ലേ. നിനക്ക് കരച്ചല് വരുന്നില്ലെങ്കിൽ അഭിനയിക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സൂറത്ത് ഓതി ദുആ ചെയ്യുകയാ. അതുകൊണ്ട് എന്റെ പെങ്ങളോട് ഖുർആനിന്റെ എത്രയെത്ര ആയത്തറിയാ പൊന്നുമോള്, അർത്ഥമറിയില്ലെന്ന് പറയാൻ കഴിയുമോ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഇതിനകത്ത് മരണത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ? എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, ഇപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. എന്റെ പ്രിയമുള്ളവര്, ഇന്നലെ ഇവിടെ പ്രഭാഷണം കേൾക്കാമെന്നു ഇന്ന് വരാൻ തയ്യാറായിരുന്ന പടച്ചവനെ ഒരു പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ഇന്നലെ ഈ വഅദിന്റെ സദസ്സിലുണ്ട്. ഇന്നലെ വഅദ് കേൾക്കാൻ നിങ്ങളുടെ ഇടയിലിരുന്ന ഉമ്മ, സമീർ ദാരിമി വഅദ് പറയുമ്പോ കേട്ട ഉമ്മ, ഇന്ന് വഅദിന് വരാ തയ്യാറെടുത്ത ഉമ്മയാ. പക്ഷേ പോയല്ലോ, ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയെന്ന് പറയുമ്പോ അല്ലാഹുവേ ആ ഉമ്മാന്റെ മണ്ണറ മണിയറയാക്കണേ അല്ലാ, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. പെങ്ങളെ, നാളെ സിൻസാറുൽ ഹഖ് വഅദ് പറയുമ്പോ നീ ഉണ്ടാകുമോ മോള്? ഈ സദസ്സിൽ നീ ഉണ്ടാകുമോ മോള്? എന്തേ ചിന്തിക്കാത്തതെന്ത്? നിനക്ക് സീരിയലിന്റെ നടിമാരി മതിയല്ലോ. ചന്ദനമഴയും പരസ്പരവും ശ്രീധനവും കറുത്തമുത്തം കണ്ട് കരയുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഏറ്റവും വലിയ ദുഃഖമെന്തെന്നറിയുവോ? പ്രായമുള്ള ഉമ്മമാര് അവര് നരകത്തെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ പറഞ്ഞോ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്ത അവരുടെ ഹൃദയത്തിൽ ഇറങ്ങാറില്ല. പക്ഷേ മഗ്‌രിബ് കഴിഞ്ഞ് സീരിയലിന്റെ പെണ്ണൊന്ന് കരയുമ്പോ, സീരിയലിലെ നടിയുടെ കണ്ണൊന്നു നിറയുന്ന ഉമ്മ, കരയുന്ന ഉമ്മ, നിനക്ക് പഠിക്കാൻ ഒരു നടിയെ പറഞ്ഞു തരട്ടെ, നിനക്ക് പിൻപറ്റാൻ ഒരു പെണ്ണിനെ ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാ റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാർക്ക് പഠിക്കാ പറഞ്ഞു തരോ. റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, പടച്ചവനെ പേടിച്ചുകൊണ്ട് കഴിയുന്ന ചെറുപ്പക്കാരനോ. അല്ലാഹുവേ, ഒരിക്കൽ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാ സ്വർഗത്തിലെ എന്റെ മണവാട്ടി ആരാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരുവോ അല്ലാ. റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, പടച്ച റബ്ബിനോട് ചോദിക്കുകയാ, സ്വർഗത്തിലെ കുറിച്ച് കേൾക്കുമ്പോ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബത്തെ കുറിച്ച് വായിക്കുമ്പോ, അന്ന് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാ എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാണെന്ന് എനിക്ക് കാണണം പടച്ചവര്, എനിക്ക് കാണണം പടച്ചവര്, എനിക്കൊന്ന് കാണിച്ചു തരണേ എന്ന് ദുആ ചെയ്യുകയോ. എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി കിടന്നുറങ്ങുമ്പോ, റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യരെ പാതിരാത്രി കിടന്നുറങ്ങുമ്പോ അതാ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയാ, തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ പറഞ്ഞു കൊടുക്കുകയോ. ആരെന്നറിയുമോ? മൈമൂനത്തുൽ മിസ്രിയ. ആരെന്നറിയുവോ? മൈമൂനത്തുൽ മിസ്രിയ ആരെന്നറിയുവോ? പഠിക്കണം പെങ്ങള്, അവരുടെ ചരിത്രമാണ് വായിക്കേണ്ടത്, അവരെയാണ് പിൻപറ്റേണ്ടത്. ആരാ മൈമൂനത്തുൽ മിസ്രിയ? ആരാ? റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, മിസ്ർ എന്ന രാജ്യത്തേക്ക് കടന്നു പോവുകയോ. അല്ലാഹു കാണിച്ചു തന്ന സ്വർഗത്തിലെ മണവാട്ടിയെ കാണാൻ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെന്ന് കാണാൻ
റബീഅത്ത് ഇബ്നു അസ്സം എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, വല്ലാത്ത പണ്ഡിതനോ, ഒരുപാട് അറിവുള്ള മനുഷ്യനോ. പടച്ചവനെ മിസ്റിലേക്ക് കടന്നു ചൊല്ലുമ്പോ ജനങ്ങൾ മുഴുവനും ഓടിക്കൂടുകയാണ്. എന്തേ എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, ഇവിടെ മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്, എനിക്ക് അവളെയൊന്ന് കാണണം, എനിക്ക് അവളെയൊന്ന് കാണണം. നാട്ടുകാര് മുഴുവനും നാട് മുഴുവനും തിരയുകയാണ്. ആരാട് ഈ മഹാൻ അന്വേഷിക്കുന്ന മൈമൂന ആരാ? പടച്ചവനെ എല്ലാവരും തിരഞ്ഞു നടന്നു. അവസാനമുണ്ടല്ലോ വൈകുന്നേര സമയമായപ്പോ റബീഅത്ത് ഇബ്നു അസ്സം എന്ന് പറയുന്ന മനുഷ്യരോട് നാട്ടുകാര് വന്നിട്ട് പറയുന്നു, മഹാനവറുകള്, ഈ നാട്ടില് 3 മൈമൂനമാരുണ്ട്. അവരാരും അങ്ങന്വേഷിക്കുന്നവരല്ല, അങ്ങന്വേഷിക്കാൻ അവർക്ക് യാതൊരു അർഹതയുമില്ല. അവളൊരു മോശമായ രീതിയിൽ ജീവിക്കുന്നവരാ. അങ്ങനെ ഒരു പെണ്ണി നാട്ടിലില്ലെന്ന് നാട്ടുകാര് പറയുമ്പോ റബീഅത്ത് ഇബ്നു അസ്സം പറഞ്ഞു, അല്ല, ഈ നാട്ടിലൊരു മൈമൂനയുണ്ട്, ഈ നാട്ടിലൊരു മൈമൂനയുണ്ട്. ആ സമയത്തൊരു മനുഷ്യൻ പറയുന്ന, മഹാനവറുകള്, ഒരു ഭ്രാന്തിയായ പെണ്ണുണ്ട്, ഒരു ഭ്രാന്തിയായ മൈമൂനയുണ്ട്. അതാ പകല് മുഴുവനും പർവ്വതത്തിന്റെ മുകളിലോ, പാതിരാത്രി എത്തിക്കഴിഞ്ഞ അവള് ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്നവളാ, ഇതിലൂടെ പാട്ടുപാടി നടക്കുന്നവളാ. റബീഅത്ത് ഇബ്നു അസ്സം അങ്ങോട്ട് കേൾക്കുമ്പോ അവിടുന്ന് മനസ്സിലായി, ആ മൈമൂന തന്നെയാ എന്റെ ഭാര്യ, എനിക്ക് അവരെയൊന്ന് കാണണം. അതാ മലയുടെ മുകളിലേക്ക് നടന്നു ചെല്ലുകയാ. അല്ലാഹുവേ, റബീഅത്ത് ഇബ്നു അസ്സം എന്ന് പറയുന്ന മനുഷ്യരെ പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മൈമൂന നിസ്കാരത്തിലാ. അവിടെ ഇരുന്ന് കൊണ്ട് നിസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ റബീഅത്ത് ഇബ്നു അസ്സം പറഞ്ഞു, അസ്സലാമു അലൈക യാ മൈമൂന. തന്റെ സ്വർഗത്തിലെ മണവാട്ടിയോട്, തന്റെ സ്വർഗത്തിലെ ഭാര്യയോട് അതാ അവിടുന്ന് പേര് പിടിച്ച് സലാം പറയുമ്പോ, അവിടുന്ന് പേര് വിളിച്ചിട്ട് സലാം പറയുമ്പോ, വഅലൈക്കുമുസ്സലാം റബിയ. ആ ഭാര്യതാ പേര് വിളിച്ച് സലാം അടക്കുകയാ. ഞാനാണ്, എന്റെ പേര് റബിയാണെന്ന് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, മൈമൂന പറയുകയാ, പടച്ച റബ്ബെനിക്ക് കാണിച്ചു തന്നു. പടച്ചവരെ വിവാഹം കഴിക്കാറ് സ്വർഗത്തിലെ ഭാര്യയെ കാണാമെന്ന ഭർത്താവിനോട് മൈമൂന എന്ന പെണ്ണ് പറഞ്ഞ്, എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരുവോ, അല്ലാഹുവിന്റെ ഖുർആനൊന്ന് ഓതിത്തരുവോ? കേൾക്കാനുള്ള കൊതി കൊണ്ടാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നത് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, റബീഅത്ത് ഇബ്നു അസ്സം എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങോട്ട് ഓതുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അമിൻ ഖുസ്മിനുഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആൻ തർതീലാ. സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതുകയാ. ഭർത്താവ് ഓതിക്കൊടുക്കുന്നു, ഭാര്യയുടെ കണ്ണ് നിറയുകയാണ്. അവസാനം ഓതി റബ്ബേ ഇന്നലദൈനാ അൻകാനം വജഹീമാ. ഈ ആയത്തങ്ങോട്ട് ഓതുമ്പോ പടച്ചവരെ മൈമൂനയുടെ കണ്ണ് നിറയുകയാ, കൈകാല് വിറയ്ക്കുകയാ, ശരീരം മുഴുവനും വിയർക്കുകയാണ്. ഒന്നുകൂടെ ഓതുവോ, ഒന്നുകൂടെ ഓതുവോ. ഇന്നലദൈനാ അൻകാലം വജഹീമാ വതഅമൻ ദാ ഉസ്സതിൻ വഅദാബൻ അലീമാ. തന്റെ സ്വർഗത്തിലെ ഭർത്താവ് ഓതിത്തീരേണ്ട താമസമുണ്ടല്ലോ. മൈമൂന ബോധം കെട്ട് വീഴുകയാ.
നരകത്തിന്റെ ചങ്ങലകള് നാളെ നരകവാസികളെ വലിച്ചടച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് റബ്ബിന്റെ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന ആയത്തങ്ങോട്ട് കേൾക്കുമ്പോ മൈമൂന വീഴുകയാ. പിന്നെ എഴുന്നേറ്റില്ല പെങ്ങള്. പിന്നെ കൊണ്ടുപോയത് ആരുടെ മണ്ണിനകത്തേക്കാ. എന്തേ നിനക്കത് തോന്നാത്തത്? എന്തേ നിനക്കത് തോന്നാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നാളെ പടച്ചവന്റെ സ്വർഗത്തില് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വീട്ടിനകത്ത് ജീവിച്ചിട്ട് നാളെ പടച്ചവന്റെ സ്വർഗത്തില് ഭാര്യയുടെയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ട് പടച്ചവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ നിനക്ക് ആസ്വദിക്കാൻ ആഗ്രഹമുണ്ടോ? ഖുർആൻ പറയുകയാണ്, പറയുകയാ, ഇന്നാ കുന്നാ ഖബലു ഫീ അഹ്ലിനാ മുസ്ഫിഖീൻ. അല്ലാഹുവിനെ പേടിയുള്ള ഭാര്യയും ഭർത്താവും മക്കളും നാളെ സ്വർഗത്തിലും ഒരുമിച്ചാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.